പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2024 നവംബർ 24 ഞായർ. പ്രധാന വാർത്തകൾ. കേരള പ്രവാസി കേരളീയ ക്ഷേമ ബോർഡുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയുന്നതിന് വിദേശത്തു നിന്ന് വിളിക്കുന്നതിന് 0484353912 എന്ന പ്രത്യേക ഫോൺ നമ്പർ ഏർപ്പെടുത്തിയതായി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ MP ഗീതാലക്ഷ്മി അറിയിച്ചു. ഇന്ത്യയിൽ നിന്നും 1800890821 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കാം. രണ്ടു സേവനവും 24 മണിക്കൂറും ലഭിക്കും. ഇതിനു പുറമെ വാട്സപ്പ് മുഖേനയുള്ള അന്വേഷണങ്ങൾക്ക് 7736850515 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഈ നമ്പറിൽ കോൾ സേവനം ലഭിക്കില്ല. അതിവേഗ ഇന്റർനെറ്റ് സേവനം സാധ്യമാക്കുന്നതിന് ഫൈബർ ഒപ്റ്റിക്സ് കവറേജ് വ്യാപിപ്പിച്ച് ഒമാൻ ബ്രോഡ്ബാൻഡ് അടുത്ത 3 വർഷത്തിനകം മസ്കത്ത് ഗവർണറേറ്റിൽ 95%, മറ്റു ഗവർണറേറ്റുകളിൽ 50% ഫൈബർ ഒപ്റ്റിക്കിലേക്ക് മാറുമെന്നും OBB ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എഞ്ചിനീയർ സുൽത്താൻ അഹമ്മദ് അൽ വഹൈബി പറഞ്ഞു. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം 464.400 ഓളം ഫൈബർ ഒപ്റ്റിക് കണക്ഷനുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. അതിൽ 422.100 യൂണിറ്റുകളും മസ്കത്ത് ഗവർണറേറ്റിലാണ്. ഇതിന് ആവശ്യമായ സംവിധാനങ്ങൾ രാജ്യത്ത് പ്രവർത്തിക്കുന്ന മുഴുവൻ ടെലികോം കമ്പനികൾക്കും ഉറപ്പുവരുത്തുകയും ചെയ്തു. മേഖലയിൽ 2014 ശേഷം 287 ദശലക്ഷം റിയാലിന്റെ നിക്ഷേപം നടത്തുകയും ചെയ്തതായി എഞ്ചിനീയർ സുൽത്താൻ അഹമ്മദ് അൽ വഹൈബി അഭിമുഖത്തിൽ കൂട്ടിച്ചേർത്തു. അതേസമയം ഒമാൻ ബ്രോഡ്ബാൻഡിംഗ് മേഖലയിൽ 99.5% സ്വദേശീവൽക്കരണം പൂർത്തിയാക്കി. 190 ഒമാനികളാണ് നേരിട്ടുള്ള ജീവനക്കാർ. വിവിധ കരാർ സ്ഥാപനങ്ങൾ വഴി 281 സ്വദേശികളും തൊഴിലെടുക്കുന്നു. 694 ചെറുകിട ഇടത്തരം കമ്പനികളും 60 ഫ്രീലാൻഡ് സ്ഥാപനങ്ങളും ഒമാൻ ബ്രോഡ്ബാൻഡിംഗ് മേഖലയിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്നു. 1194 സ്ഥാപനങ്ങൾക്കും 562 തൊഴിലന്വേഷകർക്കും 115 യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾക്കുമാണ് ഇക്കാലയളവിൽ പരിശീലനം നൽകിയത്. സുൽത്താൻ ഹൈതം സിറ്റി, സുഹാർ സ്മാർട്ട് സിറ്റി, അൽ ഖുവൈർ ഡൗൺ ടൗൺ പദ്ധതി എന്നിവിടങ്ങളിൽ ഉൾപ്പെട്ട ഫൈബർ ഇന്റർനെറ്റ് സേവനം ഉറപ്പുവരുത്തുന്നതിനുള്ള പ്രവൃത്തികളും പുരോഗമിക്കുകയാണ്. ഹൈതം സിറ്റിയിൽ 10,000 ഹൗസിംഗ് യൂണിറ്റുകളിൽ ഫൈബർ ഇന്റർനെറ്റ് ലഭ്യമാക്കും. എണ്ണ, പാചകവാതകം, വൈദ്യുതി, ജലവിതരണ മേഖലയിലെ ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങൾക്കും ഫൈബർ ഇന്റർനെറ്റ് ഉറപ്പുവരുത്തും. രാജ്യത്തെ ഡിജിറ്റൽ കണക്ടിവിറ്റി വ്യാപിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും ഒമാൻ ബ്രോഡ്ബാൻഡ് കമ്പനി അറിയിച്ചു. മസ്കത്ത് അന്താരാഷ്ട്ര പുസ്തകമേളയുടെ 29ാമത് എഡിഷൻ അടുത്ത വർഷം ഏപ്രിൽ-മെയ് മാസങ്ങളിലായി അരങ്ങേറുമെന്ന് സംഘാടകർ അറിയിച്ചു. ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്ററിൽ ഏപ്രിൽ 23 മുതൽ മെയ് 2 വരെ കൂടുതൽ പ്രസാധകരുടെ പങ്കാളിത്തത്തോടെയാകും മേളയൊരുങ്ങുക. വടക്കൻ ഷർക്കിയ ആണ് അടുത്ത തവണത്തെ അതിഥി ഗവർണറേറ്റ്. തൊഴിൽ നിയമലംഘനവുമായി ബന്ധപ്പെട്ട് നിരവധി വിദേശികളെ മന്ത്രാലയം അറസ്റ്റ് ചെയ്തു. വ്യത്യസ്ത ഗവർണറേറ്റുകളിലെ വിവിധ വിലായത്തുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് ഇവർ അറസ്റ്റിലായതെന്ന് മന്ത്രാലയം അറിയിച്ചു. ദേശീയ ദിന അവധി ദിനങ്ങളിൽ ഒമാനിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ എത്തിയത് ആയിരക്കണക്കിന് പേർ. ചൂടുമാറിയ കാലാവസ്ഥ അനുകൂല ഘടകമായിരുന്നു. രാജ്യത്തെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ബുധനാഴ്ച മുതൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. മസ്കത്ത് മേഖലയിലെ മത്ര കോർണീഷ്, മസ്കത്ത് പാലസ്, റുസൈൽ പാർക്ക്, ഗുറിയാത്ത് ഡാം തുടങ്ങിയ എല്ലാ കേന്ദ്രങ്ങളിലേക്കും ജനങ്ങൾ ഒഴുകുകയായിരുന്നു. ഇത്തരം മേഖലകളിൽ വൻ ഗതാഗത കുരുക്കും അനുഭവപ്പെട്ടിരുന്നു. മത്രയിൽ ആരംഭിച്ച റെനീൻ ഫെസ്റ്റിവൽ ആസ്വദിക്കാൻ ഇന്നലെ മാത്രം 100 കണക്കിന് പേരാണ് എത്തിയത്. ഒമാന്റെ പല ഭാഗത്തു നിന്നും മസ്കത്ത് മേഖലയിലേക്കും മസ്കത്തിൽ നിന്നും മറ്റ് ഭാഗങ്ങളിലേക്കും ജനങ്ങൾ അവധി ആഘോഷിക്കാൻ എത്തിയിരുന്നു. പല വിനോദസഞ്ചാര കേന്ദ്രങ്ങളും അർദ്ധരാത്രി വരെ തുറന്നു കിടന്നിരുന്നു. അതിനാൽ അർദ്ധരാത്രി വരെ നഗരങ്ങളിൽ തിരക്കും അനുഭവപ്പെട്ടു. സ്വന്തമായി വാഹനങ്ങൾ ഇല്ലാത്തവർക്കും എളുപ്പത്തിൽ എത്താൻ കഴിയുന്നതിനാൽ മത്ര കോർണീഷിലായിരുന്നു ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെട്ടത്. വൈകുന്നേരത്തോടെ തിരക്ക് ആരംഭിച്ചെങ്കിലും രാത്രിയോടെ തിരക്ക് വർദ്ധിച്ചത് ഗതാഗത കുരുക്കിനും കാരണമായി. ഗുറിയാത്ത് ഡാമും സന്ദർശകരുടെ ഇഷ്ടകേന്ദ്രമാണ്. ഡാം അർദ്ധരാത്രി വരെ തുറന്ന് പ്രവർത്തിക്കുന്നതിനാൽ രാത്രി വൈകിയും വൻ തിരക്കാണ്.
ഇവിടെ അനുഭവപ്പെട്ടത്. ഭക്ഷണ സാധനങ്ങളുമായി മറ്റുമായി കുടുംബത്തോടെ എത്തി രാത്രി വൈകി തിരിച്ചു പോകുന്നവരും നിരവധിയാണ്. എന്നാൽ സ്വന്തമായി വാഹനമുള്ളവർക്ക് മാത്രം എത്താൻ കഴിയുന്നതിനാൽ ഇവിടെ വൻ തിരക്ക് അനുഭവപ്പെട്ടിരുന്നില്ല. റുസൈൽ പാർക്ക് ഏറെ വിശാലമായി കിടക്കുന്നതിനാൽ കുടുംബങ്ങളുടെ ഇഷ്ടകേന്ദ്രമാണിത്. കുട്ടികൾക്കും മുതിർന്നവർക്കും കുളിക്കാനും ഉല്ലസിക്കാനും ഇവിടെ സൗകര്യമുള്ളതിനാൽ നിരവധി കുടുംബങ്ങൾ വൈകുന്നേരം മുതൽ ഇവിടെ തമ്പടിക്കാറുണ്ട്. രാത്രി പാർക്ക് അടയ്ക്കുന്നതോടെയാണ് പലരും തിരിച്ചുപോയത്. 4 ദിവസത്തെ തുടർച്ചയായ അവധിയായതിനാൽ എല്ലാവരും വീടുകളിൽ നിന്നും പുറത്തിറങ്ങി. പകൽ പ്രയാസകരമല്ലാത്ത കാലാവസ്ഥ അനുഭവപ്പെടുന്നതിലും രാത്രികാലങ്ങളിൽ തണുത്തു തുടങ്ങിയതും വിനോദസഞ്ചാരികൾ വർദ്ധിക്കാൻ കാരണമായി. പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ നിസ്വയിലും വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. കോട്ട കാണാനും ഒമാൻ അക്രോസ് ഏജസ് മ്യൂസിയം ആസ്വദിക്കാനും നിരവധി പേർ എത്തുന്നുണ്ട്. വാദി ഹുക്കൈൻ, ബഹ്ള, നഖൽ റുസ്താഖ് തുടങ്ങിയ കേന്ദ്രങ്ങളിലും തിരക്ക് അനുഭവപ്പെട്ടു. എന്തായാലും തുടർച്ചയായി ലഭിച്ച അവധി പരമാവധി ആഘോഷമാക്കുകയായിരുന്നു മലയാളി അടക്കമുള്ളവർ. ഉപതെരഞ്ഞെടുപ്പിൽ UDF-നുണ്ടായ വിജയം, ധിക്കാരം, അനാവശ്യ വിവാദങ്ങൾ, കാലുമാറൽ, കൃത്രിമ ആരോപണങ്ങൾ, ഭരണവിരുദ്ധ വികാരം, രഹസ്യ CJP മുന്നണി ശ്രമം എന്നിവയ്ക്കുള്ള തിരിച്ചടിയാണെന്ന് സീനിയർ കോൺഗ്രസ് നേതാവ് NO ഉമ്മൻ അഭിപ്രായപ്പെട്ടു. പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടും പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ മാങ്കൂട്ടത്തിനും ഭൂരിപക്ഷം കൂടിയത് പിണറായി മോദി സർക്കാരുകൾക്കെതിരെയുള്ള പ്രതിഷേധ സൂചനയായും രമ്യ ഹരിദാസ് ചേലക്കരയിൽ നിലവിലെ ഭൂരിപക്ഷം കുറച്ചതും ഭരണവിരുദ്ധ വികാരം ജനങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഒമാൻ ദേശീയദിന, പൊതു അവധി ദിനങ്ങളിൽ ഒമാൻ അക്രോസ് ഏജസ് മ്യൂസിയം സന്ദർശിച്ചത് 25,000 പേർ. രാജ്യത്തിനകത്തും പുറത്തും നിന്നുള്ള സഞ്ചാരികൾ മ്യൂസിയത്തിലെത്തിയതായി അധികൃതർ അറിയിച്ചു. അതേസമയം ഇന്നലെയും വലിയ തോതിൽ സന്ദർശകർ മ്യൂസിയത്തിലെത്തി. നിസ്വയിലെ മനാഹ് പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന മ്യൂസിയം സന്ദർശിക്കാൻ വലിയ ആൾക്കൂട്ടം എത്തിയതിന്റെ ദൃശ്യങ്ങൾ സാമൂഹ്യമാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. മ്യൂസിയത്തിന് പുറത്ത് പാർക്കിംഗ് വരെ വാഹനങ്ങളുടെ വലിയ നിര കാണാമായിരുന്നു. ഓൺലൈൻ വഴി ബുക്കിംഗ് സൗകര്യം ഉപയോഗപ്പെടുത്തിയവർ നിരവധി പേരാണ്. ഇത് സന്ദർശകർക്കും ഏറെ ഗുണകരമായി. കേരള പ്രവാസി കേരളീയ ക്ഷേമ ബോർഡുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയുന്നതിന് വിദേശത്ത് നിന്ന് വിളിക്കുന്നതിന് 048453539120 എന്ന പ്രത്യേക ഫോൺ നമ്പർ ഏർപ്പെടുത്തിയതായി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ MP ഗീതാലക്ഷ്മി അറിയിച്ചു. ഇന്ത്യയിൽ നിന്നും 1800-8908-2281 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കാം. 2 സേവനവും 24 മണിക്കൂറും ലഭിക്കും. ഇതിനു പുറമെ വാട്ട്സ്ആപ്പ് മുഖേനയുള്ള അന്വേഷണങ്ങൾക്ക് 7736850515 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഈ നമ്പറിൽ കോൾ സേവനം ലഭിക്കില്ല. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.